എന്താ രാജ ഈ നേരത്ത്? സാറേ, ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? കള്ളം കപ്പലിൽ തന്നെയാ സാറേ. ഞങ്ങൾ പറഞ്ഞ പോലെ വിക്രമൻ ഇതിൽ ഒരു പങ്കുമില്ല സാറേ. അവനെ കുളിക്കിയത്. ആര്? കുളിക്കൻ. കുളിക്കുന്ന സമയത്ത് വിക്രമന്റെ പേര് മനഃപൂർവ്വം വിളിച്ച് പറഞ്ഞതാ. എന്നത് അവൻ സമ്മതിച്ചോ? ഓ സാറേ, ഇന്ന് വിക്രമൻ ഞങ്ങൾ കൂടി പുളിക്കനെ പിടിച്ചു. ആദ്യമൊന്നും അവൻ സമ്മതിച്ചില്ല. അവസാനം വിക്രം ഒന്ന് പെരുമാറിയപ്പോ അവൻ സത്യം പറഞ്ഞു. അവൻ എന്തിനാ അത് ചെയ്തത്? അവനെ കൊണ്ട് ചെയ്യിച്ചതാണെന്നാ പറഞ്ഞ്. ആര്? അതവൻ പറഞ്ഞില്ല. കൊന്നാലും പറയില്ലെന്നാ പറഞ്ഞു. പറയിപ്പിക്കാൻ ഞങ്ങൾ നോക്കിയതായിരുന്നു, പക്ഷെ രക്ഷപ്പെട്ടു പറഞ്ഞു. അത് അവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം. അവൻ ഏത് മാളത്തിൽ കയറി വിളിച്ചാലും ഇന്ന് രാത്രി തന്നെ പൊക്കിയിരിക്കണം. നമ്മുടെ മുഴുവൻ ആളുകളെയും കൂട്ടിക്കോ. നേരം വെളുക്കുന്നതിന് മുമ്പ് എനിക്ക് അവനെ കിട്ടണം. ചെയ്ത ചതിക്ക് എന്ത് വേണമെന്ന് ഞാൻ പറയാം. എവിടെയായിരുന്നു ഇതുവരെ? ആരോടെ ഈ നേരത്തൊരു കിന്നാരം? അത് വേറൊരാളായിരുന്നു. ആണോ പെണ്ണോ? ഒരു ബിസിനസിന്റെ കാര്യം. സംശയം ഉണ്ടെങ്കിൽ നാളെ നിന്റെ അച്ഛനെ വിളിച്ചു ചോദിക്കേ. ഈ നേരത്തൊരു ബിസിനസ്സോ? ഈ നേരത്ത് മാത്രം ഡീൽ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് മോളെ. എന്നിട്ടെന്തായി? നടന്നു വല്ലതും? നടക്കും. അത് ഉറപ്പാക്കിയിട്ടാ ഞാൻ വന്നത്. കുറെ നാളുകൾക്ക് ശേഷം ഞാനൊന്ന് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാ മോളെ. അപ്പൊ ഗുഡ് നൈറ്റ്. മോനെ എന്തോടെ മോനെ? വാ വാ വാ. ഓ കിടപ്പാ. ഹലോ വേദ, ഞാനാ. ഞാൻ ജോസഫിന്റെ നമ്പറിലേക്ക് വിളിച്ചിരുന്നു. കോൾ പോകുന്നില്ല. വിക്രമിന്റെ ഫോൺ എന്റെ കയ്യിലാണെന്ന് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ എത്രയും പെട്ടെന്ന് വിക്രമിന്റെ അടുത്തേക്ക് പോണം. എന്തു പറ്റി? എന്റെ ചേട്ടന് പുള്ളിക്കിന്റെ കോള് വന്നിരുന്നു. വാസവനുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. വാസവൻ ഇപ്പൊ വിക്രമിന്റെ അടുത്തെത്തും. അതിനു മുൻപ് വിക്രമിനെ നിങ്ങൾ അവിടെ നിന്ന് മാറ്റണം. ഞാനിപ്പോ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. വിക്രമിനെ നിങ്ങൾ നേരെ ചക്രപാണി സാറിന്റെ ഓഫീസിൽ എത്തിച്ചാൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. ശരി. എത്രയും വേഗം വേണം. ഞാൻ ജോസഫിന്റെ നമ്പറിലേക്ക് വിളിച്ചോണ്ടിരിക്കാം. വിക്രം എടുത്താൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ ഓക്കെ. എന്താണ്? വേദയാ വിളിച്ചത്. വിക്രമുള്ള കൊട്ടേഷനുമായി വാസവൻ വരുന്നുണ്ടെന്ന്. അതിനു മുമ്പ് വിക്രമൻ അവിടുന്ന് പൊക്കി ചക്രവാണി സാറിന്റെ ഓഫീസിൽ എത്തിക്കാൻ രാജേട്ടൻ അവനെ വിളിച്ചോണ്ടിരിക്കും. കിട്ടിയാലുടനെ അവിടുന്ന് മാറാൻ പറ. അബദ്ധമായാലോ ഈശ്വര. നീ വേഗം വണ്ടി വിടുക. നിക്ക്, ഞാനിപ്പോ വരാം. നീ ഒറ്റയ്ക്ക് അങ്ങോട്ടാ, ഞാനും വരാം. വേണ്ട, അവൻ തിരിച്ചിവിടെ എത്തിയാൽ രാജേട്ടൻ അവനെയും കൂട്ടി ശ്രീസാറിന്റെ അടുത്തേക്ക് വിട്ടോ. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. വിക്രത്തിന്റെ വണ്ടിയാണല്ലോ. വിക്രം! എടാ വേദയാ. ഹലോ ജോസഫേ, വിക്രമിനെ കണ്ടോ? അത് വിക്രമിന് വെടിയേറ്റു. ഈശ്വരാ, എന്നിട്ട്? പേടിക്കണ്ട, കാലിലാ കൊണ്ടത്. ഞാൻ കൂടെയുണ്ട്. നിങ്ങൾ എവിടെയുള്ളത്? ഞാനിപ്പോ ജോസഫ് പറഞ്ഞ വീടില്ലേ, അതിനടുത്തുണ്ട്. അതിന് കുറച്ച് മാറിയിട്ടാ ഞങ്ങളുള്ളത്. ഞാന് ലൊക്കേഷൻ അയച്ചുതരാം. എന്ന് വേഗം ആയിക്കോട്ടെ. പതുക്കെ എഴുന്നേൽക്ക്, പതുക്കെ പിടിക്കണേ. ഉടനെ എന്തെങ്കിലും ചെയ്യണം വേദ. കാറിൽ കയറാം. എങ്ങോട്ടാ? അത് വണ്ടിയിൽ കയറിയിട്ട് ആലോചിക്കാം. എന്തായാലും ഇവിടെ നിൽക്കണ്ട, സേഫ് അല്ല. ജോസഫേ, ഞാൻ വിക്രത്തെ കൊണ്ടുപോയി എന്നുള്ളവരാണോ അറിയരുത്. രാജേട്ടനോ ശ്രീഹരി ശ്രീനിവാസനോ എന്റെ അനിയൻകുട്ടം പോലും അറിയരുത്. ഇത് നമ്മൾ മൂന്നുപേരും മാത്രമേ അറിയാവൂ. എവിടേക്കാ കൊണ്ടുവന്ന് പറഞ്ഞൂടെ? വിക്രം ഏറ്റവും സുരക്ഷിതമായി ഇരിക്കുന്നത് എവിടെയാണോ അവിടേക്ക്. വിക്രത്തിന്റെ ഫോണിൽ തന്നെ ജോസഫ്. ഒരിക്കലും വിക്രത്തെ വിളിക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ ഫോണിലേക്ക് വിളിക്കണം. എടുത്തില്ലെങ്കിൽ വീണ്ടും വിളിക്കരുത്. ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും. ശരി, വിളിക്ക്. വാടാ നോക്കണേ. പതുക്കെ വേഗം വണ്ടി എടുത്തോ. ഹലോ 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 ഇഷിത, ഇത് ഞാനാ വേദ. ഹലോ വേദ, എത്ര കാലമായി കണ്ടിട്ട്? പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് വിളിച്ചതാ, പിന്നെ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. കുറെ പ്രശ്നങ്ങളിലായിരുന്നു ഇഷിത. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അതിനാ ഞാൻ വിളിച്ചത്. എന്താ കാര്യം? തിരുവനന്തപുരത്ത് രഹസ്യമായി കോൺടാക്ട് ചെയ്യാവുന്ന ഒരു ഡോക്ടറെ അറിയാമോ? രഹസ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഡോക്ടറോ? ഗൈനക്കാണോ? അങ്ങനൊന്നുമല്ല. ഒരു ബുള്ളറ്റ് ഇഞ്ചുറിയാ. ബുള്ളറ്റ് നീക്കം ചെയ്യണം, സ്റ്റിച്ച് ഇടണം. ബുള്ളറ്റ് ഇഞ്ചുറിയോ? നിനക്കോ? എനിക്കല്ല, വിക്രമിനാ. അയ്യോ, എത്രയും പെട്ടെന്ന് കാണണം. ബ്ലീഡിംഗ് ഉണ്ട്. ഞാനിപ്പോ മഹേഷിന്റെ ഫാം ഹൗസിലുണ്ട്, ഇവിടെ തിരുവനന്തപുരത്ത്. ആണോ? ഞാൻ ലൊക്കേഷൻ അയക്കാം. നീ വിക്രമിനെ കൂട്ടി ഇങ്ങോട്ട് വന്നോ. നിന്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, 2 ദിവസം കഴിഞ്ഞേ വരൂ. നീ ധൈര്യമായിട്ട് വന്നോ. ഈ പരിസരത്തൊന്നും അധികം ആളുകളില്ല. ശരി, നീ ലൊക്കേഷൻ വേഗം വയ്ക്ക. ഓക്കെ. പതുക്കെ സൂക്ഷിച്ച്. വിക്രം, നോക്കി പതുക്കെ. വേദ, വിക്രമിനെ അങ്ങോട്ട് കിടത്തിക്ക്. സൂക്ഷിച്ച്. ഓക്കെ, വെയിറ്റ് ചെയ്യും, ഞാനിപ്പോ വരാം. കുറച്ച് പെയിനുണ്ടാവും. അപ്പൊ ആ പയ്യന്റെ മരണത്തിന് കാരണം ആരാണെന്ന് കണ്ടെത്തുന്നവരെ നിനക്ക് വിക്രത്തെ ഒളിപ്പിച്ചേ പറ്റൂലേ. എന്ത് ചെയ്യാനാ